ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് ആണ് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു സിമ്പിൾ സെൻറ്റൻസ് കൊടുത്തിട്ട് അതിനെ കോംപ്ലക്സ് ആക്കുക, അല്ലെങ്കിൽ കോമ്പൗണ്ട് ആക്കുക, അല്ലെങ്കിൽ കോമ്പൗണ്ട് സെൻറ്റൻസിനെ കോംപ്ലക്സ് ആക്കുക, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് സെൻറ്റൻസുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട്, കോംപ്ലക്സ്, പിന്നെ കോമ്പൗണ്ട് കോംപ്ലക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ആ ഒരു ബേസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാത്തൊരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് വേണം ഈ ഒരു വീഡിയോ കാണാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഷീ സ്റ്റുഡ് ഓൺ ടിപ്ടോ, ഷീ പ്ലഗ് ദി ഫ്ലവേഴ്സ്. അപ്പോൾ ഇങ്ങനെ രണ്ട് സെൻറ്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. ദ സിമ്പിൾ സെൻറ്റൻസ് ഓഫ് ദീസ് സെൻറ്റൻസസ് ഇസ്. ഇതിനകത്ത് സിമ്പിൾ സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ. സിമ്പിൾ സെൻറ്റൻസ് പറഞ്ഞാൽ എന്തായിരുന്നു? സിമ്പിൾ സെൻറ്റൻസ് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഒരു വെർബും മാത്രമുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയുക. ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഷീ സാങ് എ സോങ്, ബേർഡ്സ് ഫ്ലൈ ഇൻ എയർ എന്നൊക്കെ പറയുന്നതാണ് സിമ്പിൾ സെൻറ്റൻസ്. പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ING വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സെൻറ്റൻസുകൾ, അത് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് പറയാറുണ്ട് അല്ലേ. ഏതൊക്കെ എക്സാമ്പിൾ? സീയിങ് ദി ടൈഗർ, ഹി റാൻ അവേ അല്ലേ. ING വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും നമ്മൾ സിമ്പിൾ സെൻറ്റൻസിൻ്റെ എക്സാമ്പിളായിട്ട് പറയാറുണ്ട്. ഇനി ഇവിടെ നോക്കിയിട്ട് നിങ്ങൾക്ക് വേഗം ആൻസർ പറയാൻ പറ്റുമല്ലോ. ഒന്ന് പറഞ്ഞു തന്നെ. ING വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ. സ്റ്റാൻഡിങ് ഓൺ ടിപ്ടോ എന്ന് പറയുമ്പോൾ ING വെച്ചിട്ട് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഭാഗം അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം അല്ലേ. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം മാത്രം നോക്കിയാൽ മതി. ഷീ പ്ലഗ് ദി ഫ്ലവേഴ്സ്, ശരിയല്ലേ. അപ്പോൾ ഇവിടെ ഒരു സബ്ജക്റ്റും ഉണ്ട്, ഇവിടെ ഒരു വെർബും ഉണ്ട്. അപ്പോൾ എന്താ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റും ഒരു വെർബും ING വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതും സിമ്പിൾ സെൻറ്റൻസിൻ്റെ എക്സാമ്പിളാണ്. കിട്ടിയില്ലേ? ഇനി അടുത്ത് നോക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കാം. റീറൈറ്റ് ദി ഫോളോയിങ് സിമ്പിൾ സെൻറ്റൻസ് ആസ് കോമ്പൗണ്ട് സെൻറ്റൻസ്. ഇവിടെ കൊടുത്തിട്ടുള്ള സിമ്പിൾ സെൻറ്റൻസിനെ നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കി മാറ്റണം. ഓക്കെ, നമുക്ക് നോക്കാം. വിഷ്വലൈസിങ് എ ഡേഞ്ചർ എഹെഡ്, ദ ട്രാവലർ ബിക്കേം കോഷ്യസ്. വിഷ്വലൈസിങ് കേട്ടോ, ING വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സിമ്പിൾ സെൻറ്റൻസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇതിനെ നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കി മാറ്റണം. കോമ്പൗണ്ട് സെൻറ്റൻസ് പറഞ്ഞാൽ എന്താ? 2ഓ അതിലധികമോ മെയിൻ ക്ലോസ് ഉള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ പറയുന്നത് കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ കോമ്പൗണ്ട് സെൻറ്റൻസിൻ്റെ എക്സാമ്പിളും കൂടെ നമ്മൾ പഠിച്ചിരുന്നു, ഫാൻ ബോയ്സ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. ഫാൻ ബോയ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. ഇനി നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് ഞാൻ നോക്കിയിട്ട് ഞാൻ എങ്ങനെ ആൻസറിലേക്ക് എത്രയെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. കോമ്പൗണ്ട് സെൻറ്റൻസിനകത്ത് ആൻഡ് എന്തായാലും ഉണ്ടാവും നമുക്കറിയാം അല്ലേ. ഫാൻ ബോയ്സിനകത്തുള്ള എന്ന് പറഞ്ഞാൽ ആൻഡ് ആയിരുന്നു. ആൻഡ് ഉണ്ടാവും നമുക്കറിയാം. അപ്പോൾ ഞാനിവിടെ നോക്കുകയാണ്. ആൻഡ് ഉള്ള ഓപ്ഷൻ C ഉണ്ട്, ഓപ്ഷൻ D ഉണ്ട്. ഇത് രണ്ടും ഞാനെടുത്ത് മാറ്റുകയാണ് കേട്ടോ. ഇനി ഇതിലേതായിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്? ഇവിടെ നോക്കിയേ, വിഷ്വലൈസിങ് എ ഡേഞ്ചർ ആണ് അല്ലേ. അപ്പോൾ ദ ട്രാവലർ വിഷ്വലൈസ്ഡ് എ ഡേഞ്ചർ, ഇതല്ലേ കറക്റ്റ്? ദ ട്രാവലർ വിഷ്വലൈസ്ഡ് എ ഡേഞ്ചർ. ഇവിടെ നോക്കിയേ, ദ ട്രാവലർ കോഷ്യസ് എ ഡേഞ്ചർ, അതല്ലല്ലോ, വിഷ്വലൈസ്ഡ് എ ഡേഞ്ചർ എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പോൾ കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കാൻ പറയുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ കീവേഡ്സ് ഒക്കെ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ 2 മെയിൻ ക്ലോസ് ഉണ്ട് അല്ലേ. 2 മെയിൻ ക്ലോസ് ഉള്ള ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ പറയുന്ന കോമ്പൗണ്ട് സെൻറ്റൻസ്. 2ഓ അതിലധികമോ. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ആൻഡിന് മുമ്പ് വരെയുള്ള ഒരു പോർഷൻ നിങ്ങൾ നോക്കിയത് ട്രാവലർ വിഷ്വലൈസ് എ ഡേഞ്ചർ അഹെഡ്, ഒരു കംപ്ലീറ്റ് മീനിങ് നമുക്ക് കിട്ടുമല്ലേ. ഇതിന് ശേഷവുമുള്ള ഭാഗം നോക്കിയേ, ഹി ബിക്കെയിം കോഷ്യസ്, അവിടെ നമുക്കൊരു ഫുൾ മീനിങ് കിട്ടുകയാണ്. അപ്പോൾ 2 മെയിൻ ക്ലോസിനെ ഒരു കൺജങ്ഷൻ വെച്ചിട്ട് ജോയിൻ ചെയ്തേക്കാണ്. ഇതൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 3ാമത്തെ ചോദ്യം നോക്കാം. റീറൈറ്റ് ദി ഫോളോയിങ് സിമ്പിൾ സെൻറ്റൻസ് ആസ് കോമ്പൗണ്ട് സെൻറ്റൻസ്. നേരത്തെ പോലെ തന്നെ കേട്ടോ, സിമ്പിൾ സെൻറ്റൻസിനെ കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കുക. ടേക്കിംഗ് ഓഫ് ദിയർ ക്ലോത്ത്സ്, ദ ചിൽഡ്രൻ ജംപ്ഡ് ഇൻ ടു ദി റിവർ. കണ്ടോ, ING വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഇതിനെ നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസ് ആക്കണം. അപ്പോൾ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഫാൻ ബോയ്സ് മൈൻഡിലേക്ക് കൊണ്ടുവരിക, ആൻഡ് മിക്കവാറും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 4 ഓപ്ഷനകത്ത് ആൻഡ് വന്നിട്ടുള്ള ഓപ്ഷൻ ഇതാണ്. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ആൻസർ ഓപ്ഷൻ A ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീറൈറ്റ് ദി ഫോളോയിങ് സിമ്പിൾ സെൻറ്റൻസ് ആസ് എ കോംപ്ലക്സ് സെൻറ്റൻസ്. ഈ കൊടുത്തിട്ടുള്ള സിമ്പിൾ സെൻറ്റൻസിനെ കോംപ്ലക്സ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. എ മാൻ ഫെയർ ഇൻ ഹിസ് ഡീലിങ്സ് ഇസ് ഓൾവേസ് ട്രസ്റ്റഡ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. ഇതിനെ നമ്മൾ എന്താക്കണം? കോംപ്ലക്സിലേക്ക് ആക്കണം. അപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെയിൻ ക്ലോസും 1ഓ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസ് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ക്ലോസ് ഉള്ളതിനെയാണ് നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുക അല്ലേ. പിന്നെ നമുക്കറിയാം ഈ മിക്ക റിലേറ്റീവ് പ്രോനൗണൊക്കെ വരുന്ന കേസും കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഹൂ, വിച്ച്, ദാറ്റ്, പിന്നെ ഏതൊക്കെയാണ്? അൺലെസ്, ഇഫ്, സിൻസ്, വെൻ, ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്നത് കോംപ്ലക്സ് സെൻറ്റൻസിലാണ് നമുക്കറിയാം. നമുക്ക് ഓപ്ഷൻ നോക്കാമല്ലോ. റിലേറ്റീവ് പ്രോനൗൺ വരുന്ന കേസുകളൊക്കെ ജസ്റ്റ് നോക്കിയേ. കണ്ടോ, ഇവിടെ ഒരു ഹൂ ഇരിക്കുന്നുണ്ട്. എ മാൻ ഹൂ ഇസ് ഫെയർ ഇൻ ഹിസ് ഡീലിങ്സ് ഇസ് ഓൾവേസ് ട്രസ്റ്റഡ്. കിട്ടിയോ? കണ്ടോ, ഹൂ ഇസ് ഫെയർ ഇൻ ഹിസ് ഡീലിങ്സ്, ഇതാണ് നമ്മുടെ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത് അല്ലെ, ഡിപ്പെൻഡ് ചെയ്യുന്ന ക്ലോസ്. എ മാൻ ഇസ് ഓൾവേസ് ട്രസ്റ്റഡ്, ഇതാണ് നമ്മുടെ മെയിൻ ക്ലോസ് അല്ല. അവിടെ നമുക്കൊരു ഫുൾ മീനിങ് കിട്ടുകയാണ്. അപ്പോൾ ഈ ഹൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താ, അത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. നമ്മൾ പറഞ്ഞ പോലെ റിലേറ്റീവ് പ്രോനൗൺ ഒക്കെ വരുന്ന കേസുകൾ കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്.
അപ്പോൾ ഈ കൺവേർഷൻ എന്ന് പറയുന്നത് അത്ര ടഫായിട്ടുള്ള കാര്യമല്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ കിട്ടുമല്ലേ. അപ്പോൾ ആ കീവേഡ്സ് ഒക്കെ ഉണ്ടെന്ന് ജസ്റ്റ് നോക്കിയാൽ മതിയേ. അടുത്ത് നോക്കാം. യു കനോട്ട് സക്സീഡ് വിത്തൗട്ട് വർക്കിംഗ് ഹാർഡ്. ഈ കൊടുത്തിട്ടുള്ളതിനെ നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി മാറ്റണം. ഓക്കെ, യു കനോട്ട് സക്സീഡ് വിത്തൗട്ട് വർക്കിംഗ് ഹാർഡ് കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കണം. അപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസ് നമ്മളിപ്പോൾ പറഞ്ഞ അതേ കൺസെപ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത്, കീവേഡ്സ് എന്തൊക്കെയായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ സിൻസ്, വെന്ന്, അൺലെസ്, വിച്ച്, വാട്ട്, ദാറ്റ്, ഹൂ ഒക്കെ വരുന്ന കേസ് അല്ലേ. അപ്പോൾ ഇവിടെ നോക്കി അൺലെസ് ഉണ്ട്, ഇഫ് ഉണ്ട്. ഇത് രണ്ടും നമ്മുടെ കോംപ്ലക്സിൻ്റെ കേസുകളിൽ വരുന്ന വാക്കുകളാണ് അല്ലേ, അൺലെസ്സും ഇഫും. അപ്പോൾ ഈ രണ്ട് കേസ് നമുക്ക് എടുത്ത് മാറ്റാം. കാരണം ആൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ ഫാൻ ബോയ്സിനകത്ത് വരുന്ന ആൻഡ് ആണ് അല്ലേ. ഫാൻ ബോയ്സ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് ആണ്. ഓർ എന്ന് പറയുന്നതും ഫാൻ ബോയ്സിനകത്തുള്ള ഓ വെച്ചിട്ടുള്ളതാണ്, അതും കോമ്പൗണ്ടാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എടുത്ത് മാറ്റാം. ഇനി വായിച്ചു നോക്കിയേ. ഇനി ആദ്യത്തെ കേസ് നോക്കിയേ, അൺലെസ് യു വർക്ക് ഹാർഡ് യു കനോട്ട് സക്സീഡ്. രണ്ടാമത്തെ കേസിൽ ഇഫ് യു വർക്ക് ഹാർഡ്, നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു കനോട്ട് സക്സീഡ്, നിനക്ക് ജയിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണോ, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മൾ ജയിക്കില്ലേ? അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ലോജിക്കലി തെറ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നമ്മൾ തെറ്റായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ, ഓപ്ഷൻ എ ആണ്. അൺലെസ് യു വർക്ക് ഹാർഡ് യു കനോട്ട് സക്സീഡ്. മനസ്സിലായി? അപ്പോൾ കോംപ്ലക്സിൻ്റെ ഒക്കെ എക്സാമ്പിൾ ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക. അൺലെസ്, ഇഫ്, എൻ്റെ ഒപ്പം തന്നെ ഒന്ന് പറയൂ കേട്ടോ. അൺലെസ്, ഇഫ്, പിന്നെ വെൻ, സിൻസ്, ഹൂ, വിച്ച്, ദാറ്റ്, അതൊക്കെയാണ് കേട്ടോ അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. ട്രാൻസ്ഫോം ദി ഗിവൺ സെൻറ്റൻസ് ഇൻ ടു കോമ്പൗണ്ട് സെൻറ്റൻസ് തന്നെ ആക്കാം. കമ്മിങ് ടു മീ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് ഏതാ, സിമ്പിൾ സെൻറ്റൻസ് ആണ്. ING വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. കമ്മിങ് ടു മീ അനിത ഡെലിവേർഡ് ദി മെസ്സേജ്. ഇതിനെ കോമ്പൗണ്ട് ആക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ആൻസർ കിട്ടും. നമ്മൾ ആ കീവേഡ് നോക്കിയാൽ മതി, ആൻഡ് അല്ലേ. അപ്പോൾ ആൻഡ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ആൻസർ എന്താ, ഓപ്ഷൻ എ ആണ്. അനിത കെയിം ടു മീ ആൻഡ് ഡെലിവേർഡ് ദി മെസ്സേജ് ആണ്. ഇവിടെ നോക്കിയേ, അനിത കെയിം ടു മീ ഇതൊരു മെയിൻ ക്ലോസ് ആണ്. ഡെലിവേർഡ് ദി മെസ്സേജ് ഇതും ഒരു മെയിൻ ക്ലോസ് ആണ്. അങ്ങനെ രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസ് ഉള്ള ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം. ട്രാൻസ്ഫോം ദി ഗിവൺ സെൻറ്റൻസ് ഇൻ ടു കോംപ്ലക്സ്. ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസിനെ നമ്മൾ കോംപ്ലക്സ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് ഏതാ, വേഗം പറഞ്ഞേ, ആൻഡ് വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ കോമ്പൗണ്ട് സെൻറ്റൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ കോംപ്ലക്സ് ആക്കണം. അപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്, കീവേഡ്സ് ഒക്കെ ഒന്ന് മനസ്സിൽ കൊണ്ടുവന്നേ. ഏതൊക്കെയായിരുന്നു കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ, ഇഫ്, അൺലെസ് അല്ലേ, പിന്നെ റിലേറ്റീവ് പ്രൊനൗൺ ഒക്കെ വരുന്ന കേസുകളാണ്. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻ നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്തായാലും കോംപ്ലക്സ് അല്ല. കണ്ടോ, ഇവിടെ ഇഫ് ഉണ്ട്, ഇവിടെ ഇഫ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ബൈ 1 ഷർട്ട് ആൻഡ് ഗെറ്റ് 1 ഫ്രീ. അപ്പോൾ അതേപോലെ തന്നെ ഇഫ് യു ബൈ 1 ഷർട്ട് യു ഗെറ്റ് 1 ഫ്രീ. ഇതാണ് കൂടുതൽ കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. കിട്ടിയോ? ട്രാൻസ്ഫോം ദി ഗിവൺ സെൻറ്റൻസ് ഇൻ ടു കോംപ്ലക്സ്. ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസിനെ നമ്മൾ കോംപ്ലക്സ് ആക്കണം. ഈ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ് ഏത് സെൻറ്റൻസാണ്, ആൻഡ് ഉണ്ട്, നമുക്കറിയാം കോമ്പൗണ്ട് ആണ് അല്ലേ. ഓക്കെ, നമുക്കിതിനെ കോംപ്ലക്സ് ആക്കി മാറ്റണം. ഇനി നോക്കിയിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരിക, വേഗം പറഞ്ഞോ. ഇഫ് യു ലിസൺ ഐ വിൽ ടെൽ യു ഓൾ. ലിസൺ ആൻഡ് ഐ വിൽ ടെൽ യു ഓൾ ആണ്. പിന്നെ അപ്പോൾ ഇഫ് വെച്ചുള്ള 2 കേസ് നമുക്ക് എടുക്കാം അല്ലേ. ഇത് രണ്ടും നമുക്ക് എടുത്ത് മാറ്റാം. കാരണം ഇഫ് വെച്ചുള്ള നമുക്കറിയാലോ, അതെന്തായാലും കോംപ്ലക്സിൽ വരുന്ന എക്സാമ്പിളാണ്. ഇഫ് യു ലിസൺ ടു മീ ഐ വിൽ ടെൽ യു എവറിത്തിങ്. ലിസൺ ആൻഡ് ഐ വിൽ ടെൽ യു ഓൾ. അപ്പോൾ അതേപോലെ തന്നെ ആൻസർ പറഞ്ഞാൽ മതി കേട്ടോ. ഇഫ് യു ലിസൺ ഐ വിൽ ടെൽ യു ഓൾ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കീവേഡ്സ് ഒന്നും കൂടെ നോക്കുക കേട്ടോ. കീവേഡ്സ് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നോളും. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഞാൻ മൈൻഡ് അപ്പ് ചെയ്ത് പറയാം. അപ്പോൾ സിമ്പിൾ സെൻറ്റൻസ് പറഞ്ഞാൽ എന്താ, ഒരു സബ്ജക്റ്റും ഒരു വെർബുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയാം. ഓക്കെ, ING വെച്ച് സ്റ്റാർട്ട് ചെയ്യണതും ഒരു സബ്ജക്റ്റും ഒരു വെർബുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് എന്ന് പറയാം. കോമ്പൗണ്ട് സെൻറ്റൻസ് പറഞ്ഞാൽ എന്താ, 2ഓ അതിലധികമോ മെയിൻ ക്ലോസ് ഉള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് സെൻറ്റൻസ് എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ടാണ് ഫാൻ ബോയ്സ് ഒക്കെ വരുന്നത്. ഓക്കെ, പിന്നെയുള്ളത് കോംപ്ലക്സ് സെൻറ്റൻസ് ആണ്. ഇത് 3 എണ്ണമാണ് കേട്ടോ കൂടുതൽ എക്സാമിൽ ചോദിക്കുന്നത്. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസ് വരുന്നതിനെയാണ് നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയാം. ഈ റിലേറ്റീവ് പ്രോനൗൺ വരുന്ന കേസ്, അതുപോലെ തന്നെ അൺലെസ്, ഇഫ്, സിൻസ്, വെന്ന്, ഹൂ, ദാറ്റ്, ഇതൊക്കെ എക്സാമ്പിളായിട്ട് വരുന്ന കേസുകളാണ് നമ്മൾ കോംപ്ലക്സ് സെൻറ്റൻസ് ആയിട്ട് പറയാം. കോംപ്ലക്സ് സെൻറ്റൻസ് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെയിൻ ക്ലോസും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ള. ഇത് വെച്ചിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസും ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസും നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ എനർജി ലെവൽ കുറച്ച് കുറവ്, വോയിസൊക്കെ കുറച്ച് പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.